നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലൈഫ് സയൻസിൻ്റെ പാർട്ടിൽ നിന്നും നാഡീവ്യവസ്ഥയിലുണ്ടാകുന്ന തകരാറുകൾ മൂലം പ്രധാനമായിട്ടും ഉണ്ടാകുന്ന 3 രോഗങ്ങളെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ഇത് SCERT പാഠഭാഗത്തിൽ പ്രത്യേക പരാമർശത്തോടു കൂടി പറയുന്നതാണ് ഈ 3 രോഗങ്ങളെ പറ്റിയിട്ട്. അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാരണം നമുക്കിനി വരുന്ന 10th പ്രിലിംസ് എക്സാമിനായാലും അത്ര ഇമ്പോർട്ടൻ്റ് ആണിത്. SCERT പാഠഭാഗത്ത് അത്രയും പ്രാധാന്യത്തോടു കൂടി എടുത്തു പറയുന്നത് കൊണ്ട് തന്നെയാണ് ഈ 3 രോഗങ്ങൾക്കും പരീക്ഷയിൽ ഇത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നാഡീവ്യവസ്ഥയുടെ തകരാറ് മൂലമുണ്ടാകുന്ന ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് അൾസൈമർ രോഗമാണ്. അൽഷിമേഴ്സ് എന്ന് നമ്മളിതിനെ മലയാളത്തിൽ പൊതുവെ എഴുതുമ്പോൾ നമ്മൾ അൽഷിമേഴ്സ് എന്നാണ് എഴുതാറ്. അൾസൈമർ രോഗത്തിൻ്റെ കാരണം മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. ഇതുവഴി ന്യൂറോണുകൾ നശിക്കുന്നു. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുകയും അതുവഴി ന്യൂറോണുകൾ നശിക്കുകയും ചെയ്യുന്നതാണ് അൾസൈമർ രോഗം. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുകയും അതുവഴി ന്യൂറോണുകൾ നശിക്കുകയും ചെയ്യുന്നു. ഈ രോഗത്തിൻ്റെ ലക്ഷണം എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക. കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക. ഇവയാണ് അൾസൈമർ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ്? മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് വഴി ന്യൂറോണുകൾ നശിക്കുന്നതാണ് ഈ രോഗത്തിൻ്റെ കാരണം. കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക. ഇവയാണ് ഈ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇനി നമുക്ക് രണ്ടാമതായിട്ട് പാർക്കിൻസൺസ് രോഗത്തെ പറ്റിയിട്ട് നോക്കാം. എന്താണ് പാർക്കിൻസൺസ് രോഗം? മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം വഴി ഈ രോഗത്തിൻ്റെ പ്രധാന കാരണം അതാണ്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശമാണ്. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം ശരീരതുലന നില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയൽ, വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക. ഇവയാണ് ഈ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. രോഗത്തിൻ്റെ കാരണം മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം, തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷണത്തിൻ്റെ ഉൽപ്പാദനം കുറയുക. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം, തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. ഇവയാണ് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ കാരണം. ലക്ഷണമോ? ശരീരതുലനനില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിലെ വിറയൽ, വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക. ഇവയാണ് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. ഇനി നമുക്ക് അപസ്മാരം എന്താണെന്ന് നോക്കാം. തലച്ചോറിൽ തുടർച്ചയായിട്ട് ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതാണ് അപസ്മാരത്തിൻ്റെ കാരണം. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതാണ് അപസ്മാരത്തിൻ്റെ കാരണം. തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലേക്ക് മാറുന്നു. ഇതാണ് അപസ്മാരത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലേക്ക് പോവുക. അപ്പം നമ്മൾ നാഡീവ്യവസ്ഥയും അവിടെ ഉണ്ടാകുന്ന തകരാറ് മൂലമുള്ള പ്രധാനപ്പെട്ട രോഗങ്ങൾ, SCERT പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട രോഗങ്ങളാണ് നമ്മൾ നോക്കിയത്. ആദ്യമായിട്ട് അൾസൈമർ രോഗമാണ്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. അതുവഴി ന്യൂറോണുകൾ നശിക്കുന്നു. കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക. ഇവയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണം. പാർക്കിൻസൺസ് രോഗമോ? മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം, തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനത്തെ കുറയ്ക്കുന്നു.
ശരീര തുലനനില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിൽ വിറയൽ അനുഭവപ്പെടുക, വായിൽ നിന്ന് ഉമിനീരൊഴുകുക, ഇതൊക്കെയാണ് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. അപസ്മാരം നോക്കുകയാണെങ്കിൽ തലച്ചോറിൽ തുടർച്ചയായിട്ട് ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകുന്നു. ഇവയാണ് പ്രധാനപ്പെട്ട SCRT പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ള നാഡീവ്യവസ്ഥയിലെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. ഇവ നല്ല രീതിയിൽ പഠിക്കുക. ഉറപ്പായിട്ടും പരീക്ഷയിൽ ചോദിക്കും, അതിന് യാതൊരു സംശയവും വേണ്ട.